ടാലി ഹെൽപ്പ് വീഡിയോസിലേക്ക് സ്വാഗതം. ഡാഷ്ബോർഡ് ഉപയോഗിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ എങ്ങനെ നേടാമെന്ന് നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും. ഡാഷ്ബോർഡ് നിങ്ങൾക്ക് വിവിധ തരം ടൈൽസ് നൽകുന്നു. അവയിൽ ചിലത് ഡീഫോൾട്ടായ ഡാഷ്ബോർഡിൽ ഉള്ളതാണ്. കൂടാതെ നിങ്ങളുടെ ആവശ്യാനുസരണം കൂടുതൽ ടൈൽസ് ചേർക്കാനും കഴിയും. ആവശ്യമായ വിവരങ്ങൾ അനുസരിച്ച് ടൈൽ കോൺഫിഗർ ചെയ്യുന്നത് പോലുള്ള വൈവിധ്യമാർന്ന സവിശേഷതകൾ ഇതിൽ ലഭ്യമാണ്. ഒരു ടൈലിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വലുതാക്കാം. കൂടാതെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈൽ ആവശ്യമില്ലെങ്കിൽ കുറച്ച് ക്ലിക്സ് കൊണ്ട് അത് നീക്കം ചെയ്യാം. ഡാഷ്ബോർഡ് തുറക്കാൻ Alt-G അമർത്തുക. ഡാഷ്ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്ത് എൻ്റർ അമർത്തുക. ആദ്യം ഡാഷ്ബോർഡിൽ ഒരു ടൈൽ എങ്ങനെ ചേർക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബിസിനസ്സിലെ വ്യത്യസ്ത സോണുകൾക്കായി നിങ്ങൾ കോസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കമ്പനി ലാഭമുണ്ടാക്കിയ ടോപ്പ് 5 കോസ്റ്റ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സോണുകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും കരുതുക. Alt-A അമർത്തുക. ടോപ്പ് കോസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുകയോ തിരഞ്ഞെടുക്കുകയോ ചെയ്ത് എൻ്റർ അമർത്തുക. പ്രൈമറി കോസ്റ്റ് കാറ്റഗറി തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. നിങ്ങൾക്കിപ്പോൾ ടോപ്പ് 5 കോസ്റ്റ് സെൻറ്റേഴ്സ് കാണാൻ കഴിയും. വേറൊരു അവസരത്തിൽ ഒരു ബിസിനസ് ഹെഡ് എന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഗ്രോസ് പ്രോഫിറ്റ്സ് താരതമ്യം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. ബ്രാഞ്ചുകൾക്കായി നിർമ്മിച്ച കമ്പനീസ് ലോഡ് ചെയ്യുക. ഡാഷ്ബോർഡ് തുറക്കുക. Alt-A അമർത്തുക. കമ്പനി വൈസ് കമ്പാരിസൺ ഗ്രോസ് പ്രോഫിറ്റ് തിരഞ്ഞെടുക്കുക. തുടർന്ന് എൻ്റർ അമർത്തുക. ലോഡ് ചെയ്ത കമ്പനീസിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ടൈൽസ് ചേർക്കാനും സാധിക്കും. Alt-A അമർത്തുക. ലിസ്റ്റ് ഓഫ് ടൈൽസിൽ നിന്ന് നിങ്ങൾക്ക് ചേർക്കേണ്ട ടൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾ കാണുന്നത് പോലെ അക്കൗണ്ടിംഗ്, ഇൻവെൻട്രി, ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്, സ്റ്റാറ്റ്യൂട്ടറി എന്നിവയ്ക്ക് കീഴിൽ വിവിധ തരം ടൈൽസ് ഉണ്ട്. ചേർത്ത ടൈൽസ് കൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ടൈൽസ് ചേർത്ത ഡാഷ്ബോർഡ് വ്യൂ നിങ്ങൾക്ക് സേവ് ചെയ്യാം. അവ വീണ്ടും ചേർക്കേണ്ടതില്ല. സേവ് വ്യൂ എന്ന ഫീച്ചർ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാൻ ഞങ്ങളുടെ ഹൗ ടു സേവ് എ വ്യൂ ഫോർ എ റിപ്പോർട്ട് ഇൻ ടാലി പ്രൈം എന്ന വീഡിയോ കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ടൈൽ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്ന് നോക്കാം. ഒരു ബിസിനസ് ഉടമ എന്ന നിലയിൽ ട്രേഡിംഗ് ഡീറ്റെയിൽസ് ടൈലിലെ മറ്റ് വിശദാംശങ്ങൾക്കൊപ്പം ഒരു നിശ്ചിത പീരീഡിലെ ചെലവുകളും നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ടെന്ന് കരുതുക. ടൈൽ കോൺഫിഗർ ചെയ്യുന്നതിന് കഴ്സർ ട്രേഡിംഗ് ഡീറ്റെയിൽസ് ടൈലിലേക്ക് നീക്കി Alt-C അമർത്തുക. ഷോ ഡയറക്റ്റ് എക്സ്പെൻസസ് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് കാണേണ്ട ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. തുടർന്ന് ഷോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് യെസ് എന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് കാണേണ്ട ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത് എൻ്റർ അമർത്തുക. കോൺഫിഗറേഷൻ സേവ് ചെയ്യാൻ Ctrl-A അമർത്തുക. ട്രേഡിംഗ് ഡീറ്റെയിൽസ് ടൈലിൽ നിങ്ങൾക്കിപ്പോൾ എക്സ്പെൻസസ് കാണാൻ കഴിയും. ഒരു നിർദ്ദിഷ്ട സെറ്റ് ടൈൽസ് കോൺഫിഗർ ചെയ്ത ശേഷം പെട്ടെന്നുള്ള റെഫറൻസിനായി ഡാഷ്ബോർഡിൻ്റെ വ്യൂ സേവ് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങളുടെ ആവശ്യാനുസരണം ഓരോ ടൈലും വെവ്വേറെ കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. കോൺഫിഗർ ചെയ്യേണ്ട ടൈലിലേക്ക് കഴ്സർ നീക്കി Alt-C അമർത്തുക. നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ഒരു ടൈൽ വലുതാക്കാനും കഴിയും. ഒരു മീറ്റിംഗിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമൊത്ത് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ടൈൽ സൂം ഇൻ ചെയ്യുകയോ ഫോക്കസ് ചെയ്യുകയോ വേണ്ടി വന്നേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ടൈൽ എക്സ്പാൻഡ് ചെയ്യുകയോ വിപുലീകരിക്കുകയോ ചെയ്യാം. ഡാഷ്ബോർഡിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച ടൈൽ തിരഞ്ഞെടുക്കുക. ഉദാഹരണമായി സെയിൽസ് ട്രെൻഡ് തിരഞ്ഞെടുക്കുക. പിന്നീട് Alt-V അമർത്തുക. ടൈൽ എക്സ്പാൻഡ് ആയി കഴിഞ്ഞു. നിങ്ങൾക്കിനി അതിൽ ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഡാഷ്ബോർഡിൽ നിന്ന് ഒരു ടൈൽ എങ്ങനെ നീക്കം ചെയ്യാമെന്ന് നോക്കാം.
ഒരു ഫിനാൻസ് മാനേജർ എന്ന നിലയിൽ നിങ്ങൾ അക്കൗണ്ടിംഗ് ടൈൽസ് മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇൻവെന്ററി ടൈൽസ് വേണ്ട എന്ന് കരുതുക. കാണാൻ ആഗ്രഹിക്കാത്ത ഇൻവെന്ററി ടൈലിലേക്ക് കർസർ കൊണ്ടുവരിക. ടൈൽ നീക്കം ചെയ്യാൻ Alt D അമർത്തുക. ഇതോടെ ടൈൽ നീക്കം ചെയ്യപ്പെടുന്നു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡാഷ്ബോർഡിലേക്ക് ടൈൽ തിരികെ ചേർക്കാൻ കഴിയുമെന്നതാണ് ഇതിലെ ഏറ്റവും മികച്ച വശം. മാത്രമല്ല, ഡാഷ്ബോർഡിൽ നിന്ന് ഒന്നോ അതിലധികമോ ടൈൽസ് നീക്കം ചെയ്ത് വ്യൂ സേവ് ചെയ്തില്ലെങ്കിൽ ഡാഷ്ബോർഡിൽ നിന്ന് ടൈൽസ് ഒരിക്കലും പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെ ആവശ്യമായ വിവരങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വൈവിധ്യമാർന്ന സവിശേഷതകളുമായാണ് ഡാഷ്ബോർഡ് വരുന്നത്. നന്ദി. ടാലി പ്രൈമിൻ്റെ ഫീച്ചറുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ help.tallysolutions.com സന്ദർശിക്കുക. ഏറ്റവും പുതിയ വീഡിയോസ് കാണാൻ ടാലി സൊല്യൂഷൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.